ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുൾമിയപ്പ് ഡോൾ കേക്ക് അല്ലെങ്കിൽ സുനാമി കേക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുമാത്രമല്ല, ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലിറ്റർ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ മോൾഡൊന്നും ഇല്ലാതെയാണ് ഈ ഒരു ഡോൾ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1/2 കപ്പ് മൈദയും അതേപോലെ 2 മുട്ടയും വെച്ചിട്ടൊരു വാനില കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഇതേപോലെ ഒരു സ്റ്റീൽ ബൗൾ എടുത്തിട്ട് അതിൻ്റെ താഴെയും സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൗളിൻ്റെ മുകൾ ഭാഗം 5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു 5 ഇഞ്ചിൻ്റെ ടിന്ന് എടുത്തിട്ട് അതിലേക്ക് ഒരു ലെയർ കിട്ടാനുള്ള അത്രയും ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി ബാറ്റർ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കൊക്കെ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ചൂടാറിയ ശേഷം കേക്ക് ഓരോന്ന് ലെയർ ചെയ്തെടുക്കാം. ഇനി കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് കസ്റ്റേർഡ് ആപ്പിളിൻ്റെ ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത്. കസ്റ്റേർഡ് ആപ്പിളിൻ്റെ പൾപ്പും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അത് ഫില്ലിങ്ങിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കസ്റ്റേർഡ് ആപ്പിളിനെ നമ്മളിവിടെ ആത്തിച്ചക്ക എന്നൊക്കെ പറയും, ചില സ്ഥലത്ത് സുൽത്താൻപഴം എന്നും പറയും. ഇങ്ങനെ ഓരോ ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഏറ്റവും മുകളിൽ ആ ഒരു ചെറിയ ഗ്ലാസ്സിൽ വെച്ചിട്ടുള്ള പീസ് വരുന്ന വിധത്തിൽ വേണം കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കേക്ക് മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഈ ഒരു ഡോൾ കേക്കിൻ്റെ പകുതി ഹൈറ്റിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്ക്വയർ ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് ഡോള് ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് അവിടെ ഒഴിച്ചു വിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 1/2 കപ്പ് ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതേപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ക്രീം എല്ലാ വശത്തേക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് ഇതേപോലെ പിടിച്ചിട്ട് ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ നിന്നും തുടങ്ങിയിട്ട് മുകളിലേക്ക് വരുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഫിനിഷായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ക്രീം ഇല്ലാത്ത ഭാഗത്ത് വീണ്ടും ക്രീം ആക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ഏകദേശം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഗനാഷ് തയ്യാറാക്കണം. ഇവിടെ ഒരു 60 ഗ്രാം വൈറ്റ് ചോക്ലേറ്റിലേക്ക് 60 ഗ്രാം വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണിത്. ഇതിൻ്റെ ചൂട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഗ്രേപ്പ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഗനാഷിന് ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇനി കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ ഒരു ഡോൾ ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡോളിന് ഫോണ്ടൻ്റ് വെച്ചിട്ടൊരു ഡ്രസ്സും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. നടുവിലായിട്ട് ഈ ഒരു ഡോൾ ഇറക്കി കൊടുക്കുകയാണ്. ഇനി ഇതേപോലെ ഒരു ഗ്ലാസ് ഷീറ്റ് എടുക്കണം. ഇത് നമുക്ക് ബേക്കിംഗ് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ ഒരു ഷീറ്റ് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയിട്ട് സെലോ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിനുശേഷം ഡോളിലേക്ക് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഇറക്കി വെച്ച് കൊടുക്കണം. കുറച്ചൊന്ന് കേക്കിൽ പ്രസ് ചെയ്തിട്ട് തന്നെ ഇറക്കി വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് ഗ്യാപ്പിലൂടെ ഗനാഷ് പുറത്തേക്ക് ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഈ ഡോളിൻ്റെ ചുറ്റിലായിട്ട് ഇതേപോലെ ആ ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലെനിക്ക് 2 മിസ്റ്റേക്കാണ് പറ്റിയിട്ടുള്ളത്. ഒന്ന്, ഇവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ഗ്ലാസ് ഷീറ്റ് അല്പം ചെറുതായിരുന്നു. അതായത് ഇത് കട്ട് ചെയ്തിട്ടൊക്കെ കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന ഒരു ഷീറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ആവശ്യത്തിന് ആ ഒരു വീതി ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് ആ ഗ്ലാസിൻ്റെ മുകളിലും സൈഡിലും അതേപോലെ ഡോളിൻ്റെ പുറത്തൊക്കെ ആ ഗനാഷ് ആയിപ്പോയിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ തുടച്ചെടുക്കുമ്പോഴേക്കും ആ ഒരു ഗനാശ അവിടെ ഇരുന്നിട്ട് കുറച്ചുകൂടി ഒന്ന് സെറ്റായിപ്പോയി. നമ്മുടെ കേക്ക് നല്ല തണുത്തിട്ടാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ. അതിനുശേഷം ഇവിടെ ഗ്ലിറ്റർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഗനാശ് ഇതേപോലെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കരുത്, പെട്ടെന്ന് തന്നെ പുള്ള് ചെയ്യണം. ഇനി ഈ ഒരു കേക്ക് പുള്ള് ചെയ്യാണ്. അപ്പോൾ പുള്ള് ചെയ്യുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഗനാശ് പ്രതീക്ഷിച്ച പോലെ അങ്ങ് ഒലിച്ചിറങ്ങിയില്ല, അല്പം തിക്കായതുകൊണ്ട് തന്നെയാണ് കാരണം. അതുമാത്രമല്ല ഈ ഒരു ഗ്ലാസ് ഷീറ്റ് എടുക്കുന്ന സമയത്ത് ഗനാശ് ആ ഒരു ഡോളിൻ്റെ കയ്യിലും തലയിലും ഒക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു മിസ്റ്റേക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് ഗനാശ് പൈപ്പിംഗ് ബാഗിലേക്ക് ബാക്കി ഉണ്ടായിരുന്നു, അത് ഇതേപോലെ സൈഡിലൊക്കെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.